9 വർഷങ്ങൾ മൊബൈൽ ക്യാമറ തിരിച്ചു പിടിച്ച് തുടങ്ങിയ മാധ്യമപ്രവർത്തനം ഇന്നൊരു യൂട്യൂബ് ചാനലിലെത്തി നിൽക്കുന്നു. ആളുകൾക്ക് വലിയ അളവിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾക്കൊക്കെ താങ്കൾ വീണുപോയൊരു മിശിഹായാണ്, ചില ആളുകൾക്കൊക്കെ ഡെവിളാണ്, ചെകുത്താനാണ്. അവെയറാണോ ഈ എതിർപ്പുകളെ പറ്റിയൊക്കെ? കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അറിയാം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല. അത് നമ്മുടെ ഒരു സ്വഭാവ രീതിയുണ്ടല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്വഭാവം നല്ലതാണെന്ന് എനിക്ക് തോന്നുക, എൻ്റെ സ്വഭാവം ചീത്തയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. ഞാൻ എൻ്റെ ശരികളിൽ മാത്രമൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. എനിക്കങ്ങ് തോന്നുന്നു. അത് വട്ടെന്ന് വേണേൽ പറയാം. വട്ടില്ലാത്ത ആരാ ഉള്ളേ? ഇഷ്ടംപോലെ ലച്ചിനൊക്കെ ഇല്ലേ? നല്ല വണ്ണം. വട്ടില്ല, നമ്മൾ മനുഷ്യരല്ല. എനിക്ക് വട്ട് തന്ന ഞാൻ ദൈവത്തിനെ കുറിച്ച് വിശ്വാസിയാണ്. വട്ട് തന്ന ഭഗവാനോട്, അല്ലെ വട്ട് തന്ന അള്ളാഹുവിനോട്, വട്ട് തന്ന മിശിഹായോട് നന്ദി പറയുന്ന ഒരാളാണ്. വട്ടില്ല നമ്മളില്ലല്ലോ. സെക്യുലറിസം ഉണ്ടല്ലോ, ഇപ്പൊ 3 മതങ്ങളെ എടുത്ത് പറഞ്ഞാൽ ഇതൊക്കെ ഈ മാധ്യമപ്രവർത്തകനായതിനു ശേഷം വന്നതാണോ അതോ പണ്ട് തൊട്ടേ അങ്ങനെ? പണ്ട് തൊട്ടേ അങ്ങനെയൊക്കെ തന്നെ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രായം ആവുന്നവരെ തിരിച്ചറിവ് തൊട്ടേ തിരിച്ചറിവ് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന രീതി കണ്ടപ്പം ഒരു വിശ്വാസത്തിലാണ് അതുവരെ പോകും. പിന്നെ നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെട്ട് മനുഷ്യർ എന്നാണ് പറഞ്ഞത്. കേരളത്തിലുള്ളവർ മാത്രമല്ല മനുഷ്യർ, ലോകത്തുള്ള എല്ലാവരും ഒരുപാട് മനുഷ്യരുണ്ട്. രക്തം മാത്രമേ എല്ലാവരുടെയും ഒന്നല്ലേ? പട്ടിയുടെ അതെ, മനുഷ്യരുടെ അതെ, എല്ലാവരുടെയും സർവ്വജീവജാലങ്ങളുടെയും രക്തം ഒന്നാണ്. അപ്പോൾ മനുഷ്യരെ തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാകുക, അതിനുള്ള ഭാഗ്യം സിദ്ധിക്കുക. ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ഒരാളാണ്. മനുഷ്യരുടെ കൂടെ ഇടപെടാൻ പറ്റി, ഭിക്ഷ തണ്ടാൻ പറ്റി, തട്ടുകടയിൽ ജോലിക്ക് വയ്ക്കാൻ പറ്റി, റോഡിൽ കിടന്ന് ഉറങ്ങാൻ പറ്റി, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റി, നല്ല കള്ളു കുടിക്കാൻ പറ്റി, ജയിലിൽ കിടക്കാൻ പറ്റി. ഇനി എന്നൊക്കെ കേടാവേ റിയൽ പാലാക്കാരൻ. ഞാൻ എൻ്റെ നാടിനെ കുറിച്ച്, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ നായർ എന്നാണ്. ഞാൻ ജാതി പറയുന്നില്ല. എനിക്ക് സൂരജ് വി സുകുമാർ എന്നായിട്ടിരുന്നേ അച്ഛനും അമ്മ. ഞാൻ എന്നിട്ട് ഞാൻ സൂരജ് പാലാക്കാരൻ എന്നാക്കി. അത് ശരിക്കും ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്തതല്ല. നാട് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ്. ഞങ്ങളുടെ പാലാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഇച്ചിരി വലിയ വർത്താനമൊക്കെ പറയും. എപ്പോഴും എന്ത് പറഞ്ഞാലും ഞങ്ങൾ നാടിനെക്കുറിച്ച് പറയും. അത് നാടിനോടുമുള്ള അമിതമായ സ്നേഹ പ്രണയമാണ് നാടെന്ന് പറഞ്ഞാൽ. പാലക്കാർക്ക് നിങ്ങൾ വേറൊരു പാലക്കാരനെ കുറിച്ച് സംസാരിച്ചാലും അയാളോട് ഒരു അരമണിക്കൂർ സംസാരിക്കും, ഞങ്ങളുടെ പാല എന്ന് പറയും. അതൊരു അവരുടെ ബ്ലഡിൻ്റെ ഭാഗമാണ്. സൂരജ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ സൂരജിന് ആളുകൾ നോട്ടീസ് ചെയ്യുന്നതും വിമർശനങ്ങൾക്കൊക്കെ പാത്രമാവുന്നതും ഈ ഭാഷയിലെ പ്രശ്നമാണ്. എവിടുന്ന ഈ ഇങ്ങനെ പഠിച്ചതല്ല, ഒരു പ്രശ്നത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ അത് മരണം നടന്ന വീടായിരിക്കും, ചിലപ്പോൾ ഒരു പോലീസ് അരാജകത്വം നടന്ന സ്ഥലമായിരിക്കാം, ചിലപ്പോൾ അതൊരു സമരപ്പന്തലായിരിക്കാം. ഇവിടെയൊക്കെയും ഞാൻ പല അർത്ഥത്തിൽ ഇത് പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു വിധത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണ് മാധ്യമ പ്രവർത്തനം? വാർത്തകളെ ആളുകളെ ഒരു ബയാസുമില്ലാതെ അവതരിപ്പിക്കുന്നതിനെ അറിയിക്കുന്നതിനെയാണ് മാധ്യമ പ്രവർത്തനം. അസഭ്യം പറയുന്നത് ആണ് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അതെ, എൻ്റെ ഏരിയ അസഭ്യം പറയുന്നതിനെ സംബന്ധിച്ചാണ്. വിഷ്ണു ഇന്ന് ഇത്ര തവണ അസഭ്യം പറഞ്ഞു? പറയണം. ഇന്ന് പറഞ്ഞു, നുണ പറയും. ഇല്ല, ഞാൻ ക്യാമറയിൽ വെച്ച് നുണ പറയുന്നു. മനസ്സിൽ പറഞ്ഞില്ലേ? ഇല്ല. ഡാഷ് എന്ന് പറഞ്ഞില്ലേ? ഇല്ല. ഓക്കെ, വളരെ മാന്യം. താങ്ക് യു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം, നമ്മളൊരു ദിവസമെങ്കിലും അറിയാതെയെങ്കിലും ഒരു അസഭ്യം പറയും. അത് ശരിയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ല, ഞാൻ എൻ്റെ ചോദ്യം പറഞ്ഞു. കൂടെയുള്ള സുഹൃത്തുക്കൾ, ഇപ്പം കൂടെയുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒപ്പമുള്ള ആളുകളെ കൂടെ യൂട്യൂബേഴ്സ് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ യൂട്യൂബർ അല്ല, അത് ആദ്യം മനസ്സിലായി. കാരണം യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഡെയിലി കണ്ടന്റ് ഒക്കെ ഇടുന്നതാണ് ഒരു യൂട്യൂബർ. നിങ്ങൾ നോക്കി TV എടുത്ത് നോക്കിയാൽ അറിയാം, മാസത്തിൽ 1-2 വീഡിയോ ഇടും. ഞാനതുകൊണ്ടൊരു പണസമ്പാദന ഉപാധിയാക്കി എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് വരുന്നത്. കറക്റ്റ് നമ്മളിപ്പോൾ യൂട്യൂബിൽ കണ്ടന്റ് ഇടുമ്പോൾ അതിനകത്ത് എന്താ ബ്ലഡിൻ്റെ കണ്ടന്റ് കാണിക്കാൻ പറ്റും, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കാറില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ഈ അസഭ്യം, ആരെയാണ് എന്തിനാണ് അസഭ്യം പറയുന്നത് എന്ന വലിയൊരു ചോദ്യമുണ്ട്. അതാണ് ആദ്യം ചോദിക്കുന്നത്. ആരെയാണ് എന്തിനാണ് അസഭ്യം പറഞ്ഞത്? സൂരജ് പാലക്കാരൻ പറ. ഒരുപാടുണ്ട്. അത് പറയണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു അസഭ്യം. പറയണ്ടായിരുന്നു എന്നല്ല, അതിപ്പോ പറയേണ്ടതൊക്കെ വ്യക്തി സബ്ജക്റ്റീവാണ്. ആളുകൾക്ക് പറഞ്ഞു തരാം. ഒരു അമ്മ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്, അമ്മ മകനെ കടക്കാവൂർ കേസ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു അധമനായ ഭർത്താവ്, അധമൻ എന്ന് പറയുന്നത് തെറിയല്ല, നീ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു ചേട്ടാ തെറി പറഞ്ഞേക്കരുത്, തെറിയൊന്നും പറയുന്നതല്ല. അധമനായ ഭർത്താവ് ഈ അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുകയാണ്. അമ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞ എത്ര നാളുകളാണെന്നറിയോ? അവസാനം ഹൈക്കോടതി ഈ അമ്മയെ കള്ളക്കേസാന്ന് പറഞ്ഞ് വെറുതെ വിട്ടു.
ജയിലിൽ കിടക്കുന്നത് മാത്രമല്ല സ്വന്തം മകൻ അമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പരാതി കൊടുത്തിരിക്കുന്ന ഈ നല്ല മോൻ, അതായത് അച്ഛൻ, അവനെ ഞാൻ തെറി പറയണ്ടേ? അവൻ തെറിയാണോ പറയണ്ടേ? അടിച്ച് കരണം പൊട്ടിക്കണ്ടേ? ഇതൊന്നും നമ്മൾ ചെയ്തില്ല, പറഞ്ഞു പോയി. അതിൽ ഇപ്പോഴും ഇനിയൊരു നിമിഷവും എനിക്ക് യാതൊരു മനസ്താപവും ഇല്ല, നാളെയും പറയും. പക്ഷേ പറയും സൂരജ്, നിയമം നമുക്ക് കയ്യിലടിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ടല്ലേ നിയമത്തിനെതിരെ പറയുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുന്ന നിയമം എന്നെ അകത്ത് വിടാറുണ്ട്. അതല്ല, അപ്പൊ നമ്മൾ അതിന്റെ കോൺസിക്വൻസസും ഫേസ് ചെയ്യേണ്ടി തീർച്ചയായിട്ടും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാണല്ലോ. 9 വർഷം, 15 കേസ്, 15ാമത്തെ കേസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, വൈകിട്ട് വിട്ടയച്ചു. മുഖ്യധാര മാധ്യമങ്ങൾ സൂരജ് പാലക്കാരനെ അറസ്റ്റ് ചെയ്ത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു, വൈകിട്ട് ജാമ്യത്തിൽ വിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പൗരബോധം എന്താണ് സാർ പൗരബോധം? എന്താണ് സാർ പൗരബോധം? ഈ ഗ്രീഷ്മയ്ക്ക് പൗരബോധം ഉണ്ടായിരുന്നു സാർ. ഈ മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്യിപ്പിച്ച ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു ഈ പറയുന്ന പൗരബോധം സാർ? നമുക്ക് ഈ പൗരബോധം ഈ എന്താ പറയുക, ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രം പറയുന്നതാണോ പൗരബോധം എന്ന് പറയുന്നത്? തീർച്ചയായും അല്ല. അധികമായ അമൃതം വിഷമാണ്. ഇപ്പം അതുപോലെ തന്നെയാണ് നീ പറഞ്ഞ തെറി. ഞാൻ തെറി പറയുന്നത്, ഞാൻ പറയുന്ന തെറി എന്തൊക്കെയാണ്? ഈ പറയുന്ന തന്തയ്ക്ക് അങ്ങനത്തെ പറക്കാതെ നമ്മൾ സാധാരണ ഈ അഗ്ലി തെറികൾ പറയാറില്ല. ശ്രദ്ധിക്കുന്നത്, കാരണം ഞാൻ വളരെ ഉറക്കം സംസാരിച്ചാലും അത് തെറിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ തെറി എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞുതരാം, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ. ഇത് കാണുന്നവർക്ക് അറിയാം, ഞാൻ സൂരജ് പാലക്കാരനെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ 1-2 സാധനം കോമൺ ആയിട്ടുള്ള തെറികളല്ല, അല്ലാതെ ഈ അഗ്ലി തെറി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഭേദം വരുത്തേണ്ട കാര്യമുണ്ടോ അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ മാധ്യമപ്രവർത്തനം ചെയ്യുന്നു എന്നല്ലേ? ഞാൻ മാധ്യമപ്രവർത്തനം അല്ല ഒരിക്കലും ചെയ്യുന്നത്. ശരി, സാമൂഹിക പ്രവർത്തനം. അങ്ങനെ നമുക്ക് സാമൂഹ്യ പ്രവർത്തനം ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, പ്രതികരിക്കുന്നു. പ്രതികരണം മാത്രമാണ് സാർ ഇത്. വിഷ്ണു, ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനോടൊന്നും പറഞ്ഞിട്ടില്ല. സാറിന്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് സാറിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇട്ടുള്ളത് ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എനിക്കില്ല, വേറെ ആരും ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും. സൂരജ് വി സുകുമാർ എന്ന പേരിൽ എനിക്കില്ല. surajpala@gmail.com ആണ് എൻ്റെ മെയിൽ ഐ ഡി. ആ മെയിൽ ഐ ഡി നല്ലത് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രൂ ടി വി എന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൊടുക്കുന്നതിന് വാർത്ത എന്നല്ലേ പറയാൻ പറ്റുള്ളൂ? പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാനത് വാർത്തയായിട്ടല്ല, ആ മേഖലയായിട്ടല്ല ഞാൻ തുടങ്ങിയത്. ആരെങ്കിലും മൊബൈൽ തിരിച്ചു പിടിച്ചിട്ട്, അത് ഫ്രണ്ട് ക്യാമറ ഇല്ലാതെ മൊബൈൽ തിരിച്ചു പിടിച്ച് ന്യൂസ് എടുക്കുമോ? ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഇങ്ങനെയൊന്നും സാധനം അത് തുടങ്ങിയത് ഞാനാണ്, ആ മേഖല തുടങ്ങിയതാണ് ഞാൻ. ഓരോ പരീക്ഷണം അത് ചിലർ കണ്ടു, ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് എന്താ പറയുക, ചിലർ കാണുന്നുണ്ട്, ചിലർ വന്ന് കെട്ടിപ്പിടിച്ചൊരു യൂട്യൂബറാണോ ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബറല്ല. യൂട്യൂബിൽ വാർത്തയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഈ പ്രതികരിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ സന്തോഷമാണ്. നമ്മുടെ സന്തോഷം സമാധാനം. ഞാൻ ഈ ചെറിയ സന്തോഷത്തിൽ, ചെറിയ ജീവിതത്തിൽ വളരെ എന്താ പറയുക, അത് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇൻഡോർ വാർത്തകളെക്കാളും കൂടുതൽ പുറത്തുപോയി വാർത്ത ചെയ്യുന്ന ഒരാളാണ്. 24 മണിക്കൂറും തെറിയും പറഞ്ഞു കിടക്കുന്ന ഒരാളല്ല അതായത്. ഈ വന്നതേ പറഞ്ഞു, തെറി മാത്രം ഇവിടെ പറയരുത്, ഒരിക്കലും ഇല്ല. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ തെറി പറയുന്ന ഒരാളല്ല ഞാൻ. മനസ്സിലായില്ലേ? എടാ പട്ടി എന്ന് പോലും വിളിക്കത്തില്ല. കുറച്ച് വിശ്വസനീയമാണ്. അതറിയത്തില്ല. എൻ്റെ കൂടെ വന്ന് അവരോട് ചോദിച്ചു, 2 പേരും അവിടെ ഇരിപ്പില്ല, അവരോട് ചോദിച്ചു. അതെ, പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ല, വളരെ സാധാരണ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, എന്താ പറയുക, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുള്ള ഒരു സാധാരണ പാവപ്പെട്ട പാലക്കാരൻ. അവിശ്വസനീയമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നിനക്കത് തെളിയിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഞാൻ തന്നിരിക്കുക.